ഇതിൽ നാരുകൾ കൂടുതലുള്ളതുകൊണ്ട് ദഹനം മന്ദഗതിയിലാക്കുകയും അങ്ങനെ രക്തത്തിലെ പഞ്ചസാരയുടെ ആഗിരണം കുറച്ച് ഷുഗർ കുറയ്ക്കുന്നതിനും ചീത്ത കൊളസ്ട്രോളായ LDLും ട്രൈഗ്ലിസറൈഡും കുറച്ച് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും BP കുറയ്ക്കുന്നതിനും മാത്രമല്ല ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി തുടങ്ങിയ വയറ്റിലെ എല്ലാ അസ്വസ്ഥതകളും പരിഹരിക്കുന്നതിന് ഈയൊരു ഡ്രിങ്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല സ്ത്രീകൾക്ക് ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. മിക്ക വീടുകളിലും കാണുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് അയമോദകം. നിരവധി ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ അയമോദകം പല അസുഖങ്ങൾ കുറയ്ക്കുന്നതിനും ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. അല്പം അയമോദകം ദിവസവും കഴിക്കുന്നത് മൂലം ആരോഗ്യകരമായ പല ഗുണങ്ങളും ലഭിക്കുന്നതിനിടയാകുന്നു. പലരെയും അലട്ടുന്ന ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു പരിഹാരമാണ് അയമോദക വെള്ളം. ദഹനത്തിന് മികച്ചതാണ് അയമോദകം. അയമോദകത്തിലെ നാരുകൾ മികച്ച ദഹനത്തിന് സഹായിക്കുന്നു. ശരീരത്തിൻ്റെ അപചയ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനും കുടലിൻ്റെ ആരോഗ്യത്തിനും മികച്ചതാണ് അയമോദകം. ഗ്യാസ്, അസിഡിറ്റി എന്നിവ കുറയ്ക്കുന്നതിന് നല്ലൊരു പരിഹാരം കൂടിയാണ് അയമോദകം കഴിക്കുന്നത്. ചീത്ത കൊളസ്ട്രോളായ LDL, ട്രൈഗ്ലിസറൈഡ് എന്നിവ കുറച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് അയമോദകം. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ അയമോദകം ട്യൂമർ അടക്കമുള്ള രോഗങ്ങൾക്ക് നല്ലൊരു മരുന്ന് കൂടിയാണ്. ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യുന്നതിനാൽ കിഡ്നി, ലിവർ ശുദ്ധീകരിച്ച് കിഡ്നിക്കും ലിവറിനും വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അയൺ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒന്നാണ് അയമോദകം. അതിനാൽ രക്തക്കുറവുള്ളവർക്ക് രക്തക്കുറവ് പരിഹരിക്കാനായി അയമോദകം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് വൃക്ക, മൂത്രാശയ രോഗങ്ങളിൽ നിന്നുള്ള ആശ്വാസത്തിന് വളരെ നല്ലതാണ് അയമോദകം. പോളിയൂറിയ കേസുകളിൽ അയമോദകം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതായത് പ്രമേഹം അല്ലെങ്കിൽ മൂത്രസഞ്ചി വികസിച്ച പ്രോസ്റ്റേറ്റ്, മൂത്രനാളിയിലെ അണുബാധ എന്നിവ കാരണം ചിലർ വളരെയധികം മൂത്രമൊഴിക്കും. അതുകൊണ്ട് ഇത്തരം കേസുകളിൽ ഈ പ്രശ്നങ്ങളെല്ലാം കുറയുന്നതിന് അയമോദകം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത് വേദനാസംഹാരിയായി പ്രവർത്തിക്കുന്നു എന്നതാണ് അയമോദകത്തിൻ്റെ അടുത്ത ഗുണം. അയമോദകത്തിന് വേദനസംഹാരിയും ആൻറ്റി മൈക്രോബിയൽ ശക്തിയുമുണ്ട്. പല്ലുവേദന, ചെവിവേദന, തൊണ്ടയിലെ വേദന, സന്ധിവേദന, റുമാറ്റിക് വേദനകൾ, മൈഗ്രെയിൻ എന്നിവ ചികിത്സിക്കാൻ അയമോദകം എന്ന അജ്വൈൻ ഉപയോഗിക്കുന്നു. അയമോദകം ചെടിക്കും അതിൻ്റെ വിത്തുകൾക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങൾ ഉള്ളതിനാൽ ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. അങ്ങനെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. ഇനി പ്രമേഹമുള്ളവർക്ക് ഷുഗർ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് അയമോദകം. രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന ആൻറ്റി ഹൈപ്പർ ടെൻസീവ് ഗുണങ്ങൾ അയമോദകത്തിലുണ്ട്. അതുകൊണ്ട് ഷുഗർ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ് അയമോദകം. അടുത്തത് ഗർഭിണികളിൽ മലബന്ധവും വയർവീർക്കലും സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് അയമോദകം ചേർത്ത് തിളപ്പിച്ച് 1 ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി. ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാൻ സാധിക്കും. അടുത്തത് ചുമ, ജലദോഷം എന്നിവയ്ക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് അയമോദകം. കുറച്ച് തുളസി ഇലകളും 1 ടീസ്പൂൺ അയമോദകവും വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുന്നത് മൂലം ചുമയും ജലദോഷവും കുറയ്ക്കാൻ സാധിക്കും. അടുത്തത് സ്ത്രീകൾക്ക് നല്ലൊരു മരുന്ന് കൂടിയാണ് അയമോദകം. അതായത് ആർത്തവ സമയത്തുണ്ടാകുന്ന വയറുവേദന കുറയ്ക്കുന്നതിന് അയമോദക വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുമാത്രമല്ല ചില സ്ത്രീകളിൽ ഗർഭപാത്രം പുറത്തേക്ക് തള്ളി വരുന്നത് അടക്കമുള്ള പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് അയമോദകം. ഹോർമോൺ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും അയമോദകം കഴിക്കുന്നത് വളരെ നല്ലതാണ്. സ്ത്രീകൾക്കുണ്ടാകാൻ സാധ്യതയുള്ള യൂറിനറി ഇൻഫെക്ഷൻ അടക്കമുള്ള എല്ലാ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും നല്ലൊരു പ്രതിവിധി കൂടിയാണ് അയമോദകം. അടുത്തത് BP കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് അയമോദകം. BP കുറയ്ക്കുന്നത് വഴി ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇനി അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അജ്വൈൻ എന്ന അയമോദകം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ദഹനം മെച്ചപ്പെടുത്തുന്നതിനും അപചയ പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു. അടിവയറ്റിലെ കൊഴുപ്പുരുക്കി വണ്ണം കുറയ്ക്കുന്നതിന് അയമോദക വെള്ളം ഈ രീതിയിൽ തയ്യാറാക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കുക. ഇതിലേക്ക്
1 ടേബിൾ സ്പൂൺ അയമോദകം ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ചു വയ്ക്കുക. ഒരു രാത്രി മുഴുവനും വയ്ക്കണം. പിറ്റേന്ന് രാവിലെ ഈ വെള്ളം നന്നായി തിളപ്പിക്കുക. 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ്സായി മാറുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഈ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചൊഴിക്കുക. ഇനി ഈ വെള്ളത്തിലേക്ക് പകുതി ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ ചൂടിൽ കുടിക്കാവുന്നതാണ്. ആരോഗ്യത്തിന് മാത്രമല്ല സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് അജ്വൈൻ എന്ന് പറയുന്ന അയമോദകം. അതായത് ചർമ്മത്തിനും മുടിയുടെ സംരക്ഷണത്തിനും നല്ലൊരു മരുന്ന് കൂടിയാണ് അയമോദകം. ചർമ്മത്തിന് നല്ല തിളക്കവും മൃദുത്വവും നൽകാൻ അയമോദകം സഹായിക്കുന്നു. മാത്രമല്ല മുഖക്കുരു കുറയ്ക്കുന്നതിനും അയമോദകം സഹായിക്കുന്നു. ചർമ്മത്തിന് ക്ലെൻസിങ് ഇഫക്റ്റ് നൽകുന്ന ഒന്നുകൂടിയാണ് അയമോദകം. ചർമ്മത്തിലെ എല്ലാവിധ ടോക്സിനുകൾ നീക്കം ചെയ്യുന്നതിന് അയമോദകം സഹായിക്കുന്നു. ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നതിന് അയമോദകം 2 രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. ഒന്നാമത്തെ രീതി ഞാൻ നേരത്തെ തടി കുറയ്ക്കാനായി പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ രീതി. ഒരു പാൻ വെച്ച് ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ അയമോദകം ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിൽ വറുത്ത് തുടങ്ങുക. അയമോദകം വറുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഈ വെള്ളം നന്നായി തിളപ്പിക്കുക. വെള്ളം നല്ലതുപോലെ തിളച്ചു വന്നതിന് ശേഷം ഇതിലേക്ക് നേരത്തെ വറുത്തെടുത്ത അയമോദകം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1-2 സെക്കൻഡ് വീണ്ടും തിളപ്പിക്കുക. സ്റ്റവ് ഓഫ് ചെയ്യുക. അരിച്ചെടുത്ത് ചെറിയ ചൂടിൽ കുടിക്കുക. ഷുഗർ, കൊളസ്ട്രോൾ, BP, അസിഡിറ്റി, ഗ്യാസ്, ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന, തടി എന്നിവ കുറയ്ക്കുന്നതിനും ലിവർ, കിഡ്നി ശുദ്ധീകരിക്കുന്നതിനുമൊക്കെ ഇതുപോലെ തയ്യാറാക്കി കുടിക്കാവുന്നതാണ്. 2 രീതിയിലും നമുക്ക് തയ്യാറാക്കി കുടിക്കാം കേട്ടോ. ഈ 2 രീതിയിലും തയ്യാറാക്കി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഇതുമാത്രമല്ല ദിവസവും അല്പം അയമോദകം ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നതും ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വളരെ നല്ലതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു വെള്ളം തയ്യാറാക്കി കുടിച്ചതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക് യു.